രാവിലെ ഈ ബുദ്ധനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഇത് വേറൊന്നുമല്ല, ഇത് ഞാൻ ഈ അടുത്തിടെ കണ്ടതാണ്. നിങ്ങൾക്ക് എന്തായാലും കുറെ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മളിപ്പോ എന്ത് വീഡിയോ ചെയ്താലും കുറെ ആൾക്കാർ അറിയുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ ഒന്നുമല്ല, ഇത് വന്നിട്ട് ഈ ബുദ്ധന്റെ തലയിൽ ഇത് കണ്ടിട്ടില്ലേ, ഈ സംഭവം ഒരു കിരീടം പോലത്തെ ഒരു സാധനം. അപ്പൊ ഇത് വന്നിട്ട് സ്നെയിൽസ് ആണത്രേ. ഏത് നമ്മളുടെ ഒച്ചുകള്. അതിപ്പം എനിക്ക് വടക്കൻ സൈഡിലേക്കുള്ള ആൾക്കാർ എന്താ പറയണ അറിയില്ല. ഞങ്ങളൊക്കെ വന്നിട്ട് ഒച്ച എന്നാ പറയുന്നത്. സ്നെയിൽസ് ഉണ്ടല്ലോ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് ഇങ്ങനെ ഭിത്തിയിൽ കൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ പാടുകൾ വരുന്നത്, ആ സാധനം അതാണത്ര ഇതെല്ലാം. എനിക്കിത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഞാൻ എപ്പോഴും നമ്മളിങ്ങനെ ബുദ്ധനെ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നല്ലാണ്ട് ഇതെന്താ തലയിലുള്ളത്, കിരീടമാണോ, അങ്ങനത്തെ ഒന്നും തിങ്കിങ് എപ്പോഴും ഉണ്ടായിട്ടേ ഇല്ല. ആരെങ്കിലും ഒരാൾ പറയുമ്പോഴാണ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോ എനിക്ക് എന്താ മനസ്സിലായ പറഞ്ഞാൽ, ഈ നമ്മുടെ ഗൗതം ബുദ്ധൻ കൊട്ടാരം വിട്ട് ഇറങ്ങി പോവല്ലോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ടൈമില് എന്താ ഈ പറഞ്ഞ ഇവര് ബുദ്ധന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ മോങ്സ് എല്ലാരും മുടി മൊത്തം എന്താ പറയാ മൊട്ടയടിച്ചിട്ടല്ലേ നടക്കുക. അപ്പം എനിക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഈ ബുദ്ധൻ സെയിം അതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബോധി വൃക്ഷത്തിന്റെ ചോട്ടിൽ പോയി ഇങ്ങനെ ഇരുന്ന ടൈമില് ഈ വെയില് മഴ അതൊക്കെ തലയിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സ്നെയിലുകളെല്ലാം കൂടെ തല വന്ന് കവർ ചെയ്തു അത്രേ. 108 സ്നെയിലുകൾ, 108 സ്നെയിലുകളാണ് അങ്ങനെ തലയിൽ കവർ ചെയ്തെന്നാ പറയണേ. അപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് എന്താ പറഞ്ഞ വെച്ചാൽ, ഇത് 108 ഉണ്ടാവുമോ, ഇത് ഇങ്ങനെ 108 എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിഞ്ഞ ആൾക്കാരായിരിക്കുമോ ഈ ബുദ്ധന്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. സോ ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടില് ഞാൻ പോയപ്പോ അവിടെ ഞങ്ങളുടെ ഒരു ചെറിയതുണ്ടായിരുന്നു, ഇത്ര സൈസ് ഉള്ളത്. അത് ഞാൻ കൗണ്ട് ചെയ്ത് വന്നപ്പോഴേക്കും ലെസ് ദാൻ 100 ഉള്ളൂ. അത് ഭയങ്കര കുറവായിട്ടുണ്ടായിരുന്നു. 60 70 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതിനെ കൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അടയാളം വെക്കാൻ എന്തെങ്കിലും വേണം. ഓക്കെ, ഈ പൊട്ടിന് നേരെ ഉള്ളത് ഇതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. Okay, 13 14 15 16 17 18 19 20 21 22 23 25 26 27 28 29 30 31 32 33 34 35 36 37 38 44 45 46 47 48 49 50 51. ഇത്ര തന്നെ 51 ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 52 53 54 55 56 57 58 59 60 61 62 63 64 65 151 152 153 154 55 56 57 58 59 60 61 62 63 64 65 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 247. അപ്പൊ ഇത് പറഞ്ഞത് ആരാണ്? 108 സ്നെയിൽസ്. മേ ബി അത് കറക്റ്റ് ആയിരിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെയാണ് സ്റ്റോറികൾ. മനസ്സിലായോ? ഇങ്ങനെ കുറെ കഥകളുണ്ട്. അത് മേ ബി സത്യമായിരിക്കാം. പക്ഷെ ഇപ്പൊ അവർ ഓരോരുത്തരും ബൊമ്മകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ സൈസിനനുസരിച്ച് ഇവിടെ കറക്റ്റ് 108 എന്ന് പറയുമ്പോൾ ഇത് നോക്ക്, ഇതിപ്പോ ഞാൻ എത്ര 250 ചേഞ്ച് ഉണ്ടല്ലോ. അതെങ്ങനെ വരും? ഇപ്പൊ അത് 108 എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫിനെക്കാളും കുറവല്ലേ? അങ്ങനെ വരുമ്പോ ഇവർ ഈ സ്നെയിൽസിനെ ഒരു 3 സ്നെയിൽ ചേർന്നിട്ട് വലിയ വലിയ സ്നെയിൽ ആയിരിക്കും. അപ്പൊ കാണാൻ ഭംഗി ഉണ്ടാവില്ല അല്ലെ? മേ ബി അതായിരിക്കാം റീസൺ. അപ്പൊ ചെറിയ ബൊമ്മകൾ ഉണ്ടാക്കുമ്പോൾ അത്രയും കുഞ്ഞു കുഞ്ഞു സ്നെയിൽസിനെ ആയിരിക്കും വെക്കുന്നത്. അതിൽ കുറവ് നമ്പേഴ്സ് ഉണ്ടാവും. ഇത് ഇത്ര വലിയ തലയുണ്ട്. അപ്പൊ നമുക്കിനി വലിയ വലിയ തലകളിലുള്ളത് ഇനി കൂടുതൽ നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 108 എന്നുള്ളത് അത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിലേതായാലും 108 ഇല്ല. സോറി, 108 കൂടുതലുണ്ട്. 108 ഇല്ല പറഞ്ഞാൽ 108 അല്ല, അതിനേക്കാളും കൂടുതലാണ് ഉള്ളത്. സോ നിങ്ങളുടെ വീട്ടിൽ ബുദ്ധൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കറക്റ്റ് ആണോ അല്ലയോ ഇതറിയാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.